ഹായ്, ഞാൻ സുബിൻ വിയാർ. ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ എപ്പോഴും ഫയൽ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് വരുന്ന വർഷത്തിലെ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യാറുള്ളത്. പക്ഷെ പല ആളുകളും പല തിരക്കുകൾ കൊണ്ടും മറ്റും ഈ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യം വിട്ടുപോകാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, ഈ വിട്ടുപോയിട്ടുള്ള ആളുകൾക്ക് ഒരു വലിയൊരു റിലാക്സേഷനാണ് കഴിഞ്ഞതിന് മുൻപിലത്തെ ബഡ്ജറ്റിൽ ഫിനാൻസ് മിനിസ്റ്റർ കൊണ്ടുവന്നത്, ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ എന്നുള്ളൊരു ഫെസിലിറ്റി കൊണ്ടുവന്നത്. ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ITR-U എന്നുള്ളൊരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷങ്ങളിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2021, 21, 22, 22, 23 ഈ 3 വർഷങ്ങളിലെ റിട്ടേൺ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ITR-U എന്നുള്ളൊരു ഫെസിലിറ്റിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫോമാണ് ITR-U എന്ന് പറയുന്നത്. നിങ്ങളുടെ വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയാണെന്നുണ്ടെങ്കിൽ വെറും 1000 രൂപ ലേറ്റ് ഫീ മാത്രമാണ് വരുന്നത്. അതല്ല 5 ലക്ഷം രൂപയിൽ കൂടുതലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ടാക്സും ഇൻട്രസ്റ്റും ലേറ്റ് ഫീയും അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ ഒരു ഫെസിലിറ്റി വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ വിസ പർപ്പസിനായിട്ട് മുൻ വർഷങ്ങളിലെ റിട്ടേൺ അല്ലെങ്കിൽ പാരൻസിൻ്റെ 3 വർഷത്തേക്ക് റിട്ടേൺ ഫയൽ ചെയ്തത് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയ ആളുകൾക്ക് ഒരുമിച്ച് ഈ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും പലപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ വിട്ടുപോയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ട് ബാങ്ക് ലോണുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ, അതായത് ഹൗസിംഗ് ലോണിനോ അല്ലെങ്കിൽ വെഹിക്കിൾ ലോണിനോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ അപ്ഡേറ്റഡ് റിട്ടേൺ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ടാക്സ് അടയ്ക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷൻ 140B എന്നുള്ളൊരു സെക്ഷനിലാണത് ടാക്സ് അടയ്ക്കേണ്ടതും അത് ടാക്സ് നിങ്ങളുടെ റിട്ടേണിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ അപ്ഡേറ്റഡ് റിട്ടേൺ റിവൈസ് ചെയ്യാനായിട്ടുള്ളൊരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ഫയൽ ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ അതിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് ഒരു അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ഇൻട്രസ്റ്റും ലേറ്റ് ഫീയും കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫെസിലിറ്റി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.